തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ തന്നെ രാഷ്ട്രീയ വിവാദങ്ങളും രാഷ്ട്രീയ ചലനങ്ങളുമൊക്കെയായി ഏറ്റവും സജീവമായി പൊതുമണ്ഡലത്തിൽ ചർച്ചയായത് പാലക്കാട് തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ പാലക്കാട് ചൂടുപിടിക്കുന്നത് കള്ളവോട്ട് സംബന്ധിച്ച വിവാദങ്ങളാണ്. കോൺഗ്രസും ബിജെപിയും ചേർന്ന് 2700-ലേറെ കള്ളവോട്ടുകൾ ചേർത്തുവന്ന CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഇന്ന് പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് പോലും പാലക്കാട് കള്ളവോട്ട് ചേർത്തുവെന്നും ആരോപണം. അതേസമയം പാലക്കാട് കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും തുടരുകയാണ്. പാലക്കാട്ടെ രാഷ്ട്രീയ ചലനങ്ങളുടെ വിശദാംശങ്ങൾ നൽകാൻ ശരത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, ഏറ്റവും അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോഴാണ് ഈ കള്ളവോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാലക്കാട് നിന്നും അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണത്. നിരവധി ആളുകളുടെ പേരിൽ വ്യാജ വോട്ടുകൾ ചേർത്തുവെന്ന് തെളിവ് സഹിതമാണ് EN സുരേഷ് ബാബു ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? അസിത, തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അതിഗൗരവമായിട്ടുള്ള ആരോപണമാണ് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ആരോപണമെന്ന് മാത്രം പറയാൻ കഴിയില്ല. വളരെ കൃത്യമായിട്ട് ആളുകളുടെ പേരും ബൂത്തും ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഇരട്ട വോട്ട് അഥവാ വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആരോപണം EN സുരേഷ് ബാബു നടത്തിയിരിക്കുന്നത്. ബ്ലോക്ക് BLOമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും അവരെ സ്വാധീനിച്ചുകൊണ്ടും തങ്ങളുടെ പ്രവർത്തകരെ കൂടുതലായിട്ട് പാലക്കാട് മണ്ഡലത്തിലേക്ക് മാറ്റി എന്നൊരു ആരോപണമാണ് EN സുരേഷ് ബാബു പറഞ്ഞിരിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിലെ 2700-ലേറെ വ്യാജ വോട്ടർമാരെ ഇപ്രകാരം ചേർത്തിയിട്ടുണ്ട്. അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നത് പിരായിരി പഞ്ചായത്തിന്റെ കാര്യം EN സുരേഷ് ബാബു വളരെ കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. പിരായിരി പഞ്ചായത്ത് UDFന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. ഈ പിരായിരി പഞ്ചായത്തിൽ മാത്രം 800-ലേറെ പുതിയ വോട്ടർമാരെ ചേർത്തിയിട്ടുണ്ട്. സാധാരണ പുതിയ വോട്ടർമാരെ ചേർത്തുമ്പോൾ അവരുടെ പ്രായം എന്ന് പറയുന്നത് 18 വയസ്സിന് മുകളിൽ 18 പ്രായപൂർത്തിയായ തൊട്ട് ശേഷമുള്ള പ്രായമായവരായിരിക്കും കൂടുതലായിട്ടും പുതിയ വോട്ടർമാരായിട്ട് ഉണ്ടാവുക. എന്നാൽ പിരായിയിലെ പുതിയ വോട്ടർമാരുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ് കാര്യങ്ങൾ. അവിടുത്തെ പ്രായപരിധി, പുതിയ വന്ന വോട്ടർമാരുടെ പ്രായപരിധി എന്ന് പറയുന്നത് 30-നും 60-നും ഇടയ്ക്കാണ്. ഇത് വളരെ സംഘടിതമായും ആസൂത്രിതമായും നടത്തിയിട്ടുള്ള ഒരു നീക്കമാണ് എന്നൊരു ആരോപണം EN സുരേഷ് ബാബു ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് BJPയുടെ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസിനെ കുറിച്ചാണ്. KM ഹരിദാസൻ കഴിഞ്ഞ തവണ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം പട്ടാമ്പി സ്വദേശിയാണ്. അദ്ദേഹത്തിന് പട്ടാമ്പി മണ്ഡലത്തിലും പാലക്കാട് മണ്ഡലത്തിലും വോട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ബൂത്ത് നമ്പറും ക്രമ നമ്പറും പറഞ്ഞുകൊണ്ട് EN സുരേഷ് ബാബു പറയുന്നുണ്ട്. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ BJPക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ വ്യക്തമായി കഴിയുന്നില്ല. BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് പറഞ്ഞത് ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് ഒഴുക്കൻ മട്ടിലുള്ള ഒരു മറുപടി മാത്രമാണ്. VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശനും അപ്രകാരത്തിലുള്ള മറുപടിയാണ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് ദിവസം വോട്ടർ ID-യിൽ പേരുള്ള ഒരാൾ വോട്ടർ ID-യും വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ഒരാൾ വോട്ടർ ID-യും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരെ വോട്ട് ചെയ്തിരിക്കാൻ തടയാൻ ആർക്കും സാധിക്കില്ല എന്നൊരു മറുപടിയാണ് VD സതീശൻ പറഞ്ഞത്. എന്നാൽ ഇതിൽ കൃത്യമായ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. ഇതിനകത്തൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ 18-ാം തീയതിക്ക് ശേഷം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് പാലക്കാട് സാക്ഷ്യം വഹിക്കുമെന്ന് EN സുരേഷ് ബാബു കൃത്യമായി പറയുന്നുണ്ട്. സുരേഷ് ബാബു ഇതിനകത്ത് അന്തിമ വോട്ടർ പട്ടിക ആയതുകൊണ്ട് ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു സാധ്യതയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിൽ പരാമർശിക്കപ്പെട്ട വിവാദമായിട്ടുള്ള 2700-ലേറെ വോട്ടർമാരുടെ പേരിൽ ഇവരെ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം ആളുകൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അവർ ആ പ്രദേശത്തുള്ളവരാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി റേഷൻ കാർഡ് കൂടി പരിശോധിക്കുക എന്നൊരു രീതി നടപ്പിലാക്കണം എന്നൊരു ആവശ്യം EN സുരേഷ് ബാബു പറയുന്നുണ്ട്. എന്നാൽ അത് എത്രത്തോളം സാധ്യമാണ് എന്ന കാര്യത്തെക്കുറിച്ച് അറിയില്ല. എന്തായാലും വ്യാപകമായ രീതിയിലുള്ള ഒരു കള്ള വോട്ട് ചേർക്കൽ പാലക്കാട് മണ്ഡലത്തിൽ വളരെ സജീവമായി നടത്തിയിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയത് കോൺഗ്രസ് BJP നേതൃത്വങ്ങൾ തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പാലക്കാട് നിന്ന് കോൺഗ്രസ് നേതാക്കളുടെ വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്കുണ്ട്. അത്തരത്തിൽ അവസാനമായി കൊഴിഞ്ഞുപോയത് ഒരു ജില്ലാ നേതാവാണ്. മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയായ OP കൃഷ്ണകുമാരി BJP ബാന്ധവം ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. അവർ CPM-വുമായി സഹകരിക്കുമെന്ന് പറയുന്നുണ്ട്. കൃഷ്ണകുമാരി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2020 പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വെള്ളിനേഴി പഞ്ചായത്തിൽ BJPക്കും കോൺഗ്രസിനും ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ നേട്ടം ലഭിച്ചത് BJPക്ക് മാത്രമാണ്. BJP സ്വന്തം ചിഹ്നത്തിൽ അവിടെ ഒരാളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. ഇത്തരത്തിൽ BJPയുമായി കൂട്ടുകെട്ട് കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു മാതൃകയാണ് പാലക്കാട് പരീക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നൊരു ആരോപണം കൂടി കൃഷ്ണകുമാരി ഉന്നയിക്കുന്നുണ്ട്. അസിത.
ശരി, ശരത്ത്, സമഗ്ര വിവരങ്ങൾ പാലക്കാടുമായി ബന്ധപ്പെട്ട് നൽകിക്കഴിഞ്ഞു. 2700 വോട്ടുകളാണ് ഈ തരത്തിൽ വ്യാപകമായി വ്യാജമായി തന്നെ ബി.ജെ.പിയും കോൺഗ്രസും ചേർന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പുതുതായി ചേർത്തത് എന്നുള്ളതാണ് തെളിവ് സഹിതം ഇന്ന് എൻ സുരേഷ് ബാബു, പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി, മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരത്ത് പറഞ്ഞതുപോലെ അന്തിമ വോട്ടർ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആ നിലയിലുള്ള ഇടപെടലുകൾ ശ്രമകരമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കാൻ അവർ ഒരുങ്ങുക കൂടിയാണ്. പക്ഷേ അന്തിമ വോട്ടർ പട്ടികയായതിനാൽ അത് ഏത് നിലയിൽ പ്രാവർത്തികമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തം. പക്ഷേ ഈ കൂട്ടുകെട്ട് അത് ബി.ജെ.പിയും കോൺഗ്രസും ചേർന്നുള്ളതാണ്, അവരുടെ അറിവോടുകൂടിയാണ് എന്നുള്ളത് നേതാക്കളുടെ തന്നെ പ്രതികരണങ്ങളിൽ നിന്ന് ഇന്ന് വ്യക്തമാകുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെയാണ് ശരത്ത് പറഞ്ഞതുപോലെ പാലക്കാട് വീണ്ടും ഒരു രാജി കോൺഗ്രസിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൂടിയായ കൃഷ്ണകുമാരിയാണ്. കോൺഗ്രസ് ബി.ജെ.പി കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ചാണ് ഈ രാജി തീരുമാനം. വെള്ളിനേഴി പഞ്ചായത്തിൽ 2020 നടത്തിയ കോൺഗ്രസ് ബി.ജെ.പി ഡീലിന്റെ തുടർച്ചയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കാണുന്നതെന്നും മഹിളാ കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി OP കൃഷ്ണകുമാരി പറയുകയും ചെയ്തു. അവരുടെ പ്രതികരണത്തിലേക്ക് ഇനി. കോൺഗ്രസ് ബി.ജെ.പി ബാന്ധവം ആരോപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് CPM-വുമായി സഹകരിക്കാൻ തീരുമാനിച്ച OP കൃഷ്ണകുമാരിയാണ് നമുക്കൊപ്പം. ഈ കോൺഗ്രസ് ബന്ധത്തിന്റെ ആദ്യ രൂപം കഴിഞ്ഞ വർഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വെള്ളിനേഴി കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു? വെള്ളിനേഴി 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് BJP ആയിട്ട് കോൺഗ്രസ് ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കി. അത് കേരളം മൊത്തം വന്ന് ചർച്ച ചെയ്യപ്പെട്ടൊരു പഞ്ചായത്താണ്. അവിടെ അന്ന് മണ്ഡലം കമ്മിറ്റി എന്ന് പറയാൻ പറ്റില്ല, മണ്ഡലം ചർച്ച ചെയ്ത സമയത്ത് അതിനെ എതിർത്തൊരു ആളാണ് ഞാൻ. കാരണം ഞാൻ പ്രതിനിധീകരിക്കുന്ന വാർഡിലാണ് കുറച്ച് ന്യൂനപക്ഷ വോട്ടുകളുള്ളത്. അതിനെ കൂടെ അത് ബാധിക്കും, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു വർഗീയ പാർട്ടിയുടെ കൂടെ ചേരേണ്ട കാര്യം കോൺഗ്രസിന് ഇല്ല, മതേതര പാർട്ടിയാണ് എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ച ആളാണ്. അന്ന് അതിനെ എല്ലാവരും അതിശക്തമായിട്ട് അതിലെ 1-2 വ്യക്തികൾ എതിർത്തു. അതിനുശേഷം അവിടെ 2ാം വാർഡിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ നിർത്താതെ BJPയുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പ്രേരണ നൽകുന്ന തരത്തിലാണ് അവിടെ പ്രചാരണം ഉണ്ടായത്. കോൺഗ്രസിനൊരു സ്ഥാനാർത്ഥി പേരിന് പോലും ഉണ്ടായില്ല. താമര അടയാളത്തിൽ BJPയും പാർട്ടി ചിഹ്നത്തിൽ CPM-ൻ്റെ സ്ഥാനാർത്ഥിയുമായി മത്സരിച്ചു. ആ ഒരു തുടർച്ച ഇപ്പോൾ ഇവിടെ പാലക്കാടും അരങ്ങേറുകയാണ്. കാരണം പാലക്കാട്ടെ വോട്ടർമാരും പാലക്കാട്ടെ മീഡിയാസും ഇത് ഇപ്പോഴാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഞങ്ങളുടെ പഞ്ചായത്തിൽ, വെള്ളിനേഴി പഞ്ചായത്തിൽ 2020 ചർച്ച കഴിഞ്ഞ കാര്യമാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇവിടെ ഷാഫി പറമ്പലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു ബാന്ധവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രാദേശിക തലത്തിൽ പോലും ഇത്തരത്തിലുള്ള നീക്കുപോക്കുകളുണ്ട്. പൂക്കോട്ടുകാവ് പഞ്ചായത്തുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ 5 മെമ്പർമാരുണ്ട്. പക്ഷേ അവിടെ ഒരു ഘടകകക്ഷിയായിട്ട് പ്രവർത്തിക്കുന്ന പോലെയാണ്. കാരണം സംയുക്ത സ്ഥാനാർത്ഥികളായിരുന്നു. വെള്ളിനേഴി പഞ്ചായത്തിൽ സംയുക്ത സ്ഥാനാർത്ഥി പോലും അല്ലാതെ BJPയുടെ പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയത്. കോൺഗ്രസിന്റെ ഈ ഡീലിന്റെ ഭാഗമായിട്ടല്ലേ വെള്ളിനേഴി ഒരു BJPക്ക് ഒരു ആദ്യമായിട്ട് അംഗത്തെ കിട്ടും? അതെ, BJP എപ്പോഴും അവിടെ 3ാം സ്ഥാനത്ത് ഒരുപാട് പുറകിൽ നിന്നിരുന്ന സ്ഥലത്ത് ഇപ്പം ഒരു ബൂത്തിൽ BJP ആണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9 ബൂത്തുകളിൽ BJP 2ാം സ്ഥാനത്താണ്, കോൺഗ്രസ് അവിടെ ഇപ്പം 3ാം സ്ഥാനത്താണ്. അതിനെ സഹായിക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു DCC അംഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ബാന്ധവം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, DCC അംഗത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ചർച്ച നടന്നിട്ടുള്ളത്. ഇതിന്റെ തുടർച്ച തന്നെയാണ് പാലക്കാട് നടക്കുന്നത്. ഇതിന്റെ തുടർച്ച തന്നെയാണ് പാലക്കാട് നടക്കുന്നത്. കാരണം താഴെത്തട്ടിൽ ഇതാണ് നടക്കുന്നതെങ്കിൽ പിന്നെ മേൽത്തട്ടിലെ കാര്യം പറയാനില്ലല്ലോ. കോൺഗ്രസ് BJP ഡീൽ പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണകുമാരി പുറത്തിറങ്ങുന്നത്. ഷൈജു പിലാത്രയ്ക്കൊപ്പം ശരത് ഓമലൂർ.